അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുന്ന ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പരിശുദ്ധ ഷഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. പുണ്യ ദിനങ്ങളും മാസങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ധാരാളം വിവാദങ്ങൾ നാം കാണാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള നവീന ചിന്താഗതിക്കാരായ പലരും പാരമ്പര്യമായി മുസ്ലിംകൾ ചെയ്തു വരുന്ന പല കാര്യങ്ങളെയും പരിഹസിക്കുകയും അനാചാരമാണെന്ന് ആരോപിക്കുകയും ചെയ്യാറുണ്ട്. ഷഅബാൻ മാസവും ബറാഅത്ത് ദിനവുമെല്ലാം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പുത്തൻവാദികളാൽ എതിർക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ബറാഅത്ത് ദിനവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ഉവൈസ് അദനി വട്ടുപാറ, സയ്യിദ് ലുത്ഫി ബാഹസൻ ചീനിക്കൽ എന്നിവരാണ്. ഈ ചർച്ച സശ്രദ്ധം വീക്ഷിക്കുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യമായി നമുക്ക് ഷഅബാൻ മാസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഷഅബാൻ മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ റമദാനിന് ശേഷം അവിടുന്ന് നോമ്പ് നോറ്റിരുന്നത് ഷഅബാൻ മാസത്തിലായിരുന്നു. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലം യകുനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹറൻ അക്സറ മിൻ ഷഅബാൻ ഫഇന്നഹു കാന യസൂമു ഷഅബാന കുല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാനിനേക്കാൾ മറ്റൊരു മാസത്തിലും നോമ്പ് നോറ്റിരുന്നില്ല. അവിടുന്ന് അത് പൂർണ്ണമായിട്ടും നോമ്പനുഷ്ഠിച്ചിരുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും മറ്റു സലഫു സ്വാലിഹീങ്ങളൊക്കെ വലിയ പവിത്രത നൽകിയിരുന്ന ഒരു മാസമാണ് ഷഅബാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഷഅബാൻ മാസം എന്നത് വളരെ പവിത്രമായ ഒരു മാസമാണെന്നും അതിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ടെന്നും നമുക്കിവിടെ ബോധ്യമായി. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം ബറാഅത്ത് ദിനവുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഷഅബാൻ 15 അഥവാ ബറാഅത്ത് ദിനം. ബറാഅത്ത് ദിനം എന്ന് പറഞ്ഞാൽ അത് ഷഅബാൻ 15 അല്ലമാ ഷാരിയാത്തി റഹിമഹുല്ലാഹ് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല ഷഅബാൻ 15 രാത്രിയിൽ ധാരാളം ജനങ്ങൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും. ശേഷം പറയുന്നുണ്ട്, കെൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണം കണക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. കെൽബ് ഗോത്രക്കാർക്ക് ധാരാളം ആടുകളുള്ളവരായിരുന്നു, അതുകൊണ്ടാണ് അവരെ പറയാൻ കാരണം. ഏതായാലും ആ ദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളം ആളുകളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് കൃത്യമായി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടത് കൊണ്ടായിരിക്കാം പൂർവ്വസൂരികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ ദിനത്തിനെ, ആ രാവിനെയും പകലിനെയും പ്രത്യേകമായി പരിഗണിച്ചിരുന്നു. വഖദ് കാന സലഫു യുവാദിബൂന അലൈഹി, ഷഅബാൻ 15 സലഫുകൾ ഇബാദത്ത് കൊണ്ട് പതിവാക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഇമാം മുനാവി റഹിമഹുല്ലയെ ഒരിക്കലും ബിദ്അത്ത് വർക്ക് തള്ളാൻ സാധിക്കില്ല. ഇബ്നു അബ്ദുൽ വഹാബ് ഒരിക്കൽ പറയുകയുണ്ടായി, ഹദീസിൽ എനിക്ക് വല്ല സംശയങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ അവലംബിക്കാറ് ഇമാം മുനാവിയെയാണ് എന്ന്. ആ ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സലഫു സ്വാലിഹീങ്ങൾ എല്ലാവരും ഈ ദിനത്തിൽ ആരാധനകളെ കൊണ്ട് ധന്യമാക്കാറുണ്ടായിരുന്നു എന്ന്. അത്രവല്ല, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്, ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. അവിടുത്തെ ലതായിഫുൽ മആരിഫിന്റെ 137 പേജിൽ പറയുന്നുണ്ട്, തആബീങ്ങളിൽ പ്രമുഖരായ ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു, മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു, ലുക്മാൻ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഷാമിലെ താബീഈ പ്രമുഖര് ആ ദിനത്തിൽ പ്രത്യേകമായി ആരാധനകളെ കൊണ്ട് ധന്യമാക്കാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. യുഅള്ളിമൂനഹാ വയജ്തഹിദൂന ഫീഹാ ഫിൽ ഇബാദ. ആ ദിനത്തിൽ ഈ പറയപ്പെട്ട താബീങ്ങൾ എല്ലാവരും ധാരാളം ആരാധനകളെ കൊണ്ട് അവർ ധന്യമാക്കാറുണ്ടായിരുന്നു എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവരെ തുടർന്നാണ് പിൻകാലത്തുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരെല്ലാവരും ഈ ഒരു ദിനത്തിനെ പ്രത്യേകമായി പരിഗണിക്കുന്നതും ഈ ദിനത്തിൽ പ്രത്യേകമായി ആരാധന കൊണ്ട് ധന്യമാക്കുന്നത് എന്നും മഹത്തുക്കൾ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ തന്നെ തന്റെ മജ്മൂ ഫതാവയിൽ പറയുന്നത് കാണാം, വഅമ്മാ ലൈലത്തുൻ നിസ്ഫി ഫഖദ് റൂവിയ ഫീ ഫളലിഹാ അഹാദീസു വആസാറുൻ വനുഖില അൻ الطائفة അന്നഹും കാനൂ യുസല്ലൂന ഫീഹാ.
ഷഅബാൻ 15 വിഷയത്തിൽ അതിൻ്റെ ശ്രേഷ്ഠതയിൽ ഒരുപാട് ഹദീസുകളും ആസാറുകളും വന്നതായിട്ട് ഇബ്നു തൈമിയ തന്നെ പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല സലഫു സ്വാലിഹീങ്ങൾ ഈ ദിവസത്തെ പ്രത്യേകം പരിഗണിക്കുകയും ആ ദിവസത്തിൽ നിസ്കാരം അധികരിപ്പിക്കുകയും ചെയ്യാറുണ്ടെന്നും ഇബ്നു തൈമിയ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഷഅബാൻ 15 ദിവസത്തിന് അഥവാ ബറാഅത്ത് ദിനത്തിനും രാവിനൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. ഹദീസിൽ വന്ന കാര്യങ്ങളിലൂടെ നമ്മൾ അവതരിപ്പിച്ചു. ബിദഈകളുടെ നേതാവായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ വരെ ആ ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ പറയുകയുണ്ടായി. മറ്റു പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ്? നമുക്ക് പരിചയമുള്ള പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെല്ലാവരും ഈ ദിനത്തിനെ പ്രത്യേകമായി ആദരിക്കണമെന്ന് പഠിപ്പിച്ചവരാണ്. ഇന്ന ദുആ യുസ്തജാബു ഫീഹ, ആ ദിനത്തിൽ ദുആഇന് പ്രത്യേകമായി ഇജാബത്ത് നൽകപ്പെടുമെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അവിടുത്തെ അൽ ഉമ്മിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ ഫതാവൽ കുബ്രയിൽ പറയുന്നുണ്ട്, ഇന്ന ലി ഹാദിഹിൽ ലൈല ഫളിലൻ വ അന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസത്തുൻ വസ്തിജാബത്തുൻ മഖ്സൂസത്തുൻ വമിൻ സമ്മ ഖാല ഷാഫിഈ ഇന്ന ദുആ യുസ്തജാബു ഫീഹാ. ഈ ദിനത്തിനിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വ അന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസത്തുൻ, പ്രത്യേകമായി ദോഷങ്ങൾ ഈ ദിനത്തിൽ പൊറുക്കപ്പെടുന്നതാണ്. വസ്തിജാബത്തുൻ മഖ്സൂസത്തുൻ, ദ്വാകൾക്ക് പ്രത്യേകമായ ഇജാബത്തും ഈ ദിനത്തിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൻ ഹൈതമി റഹിമഹുല്ലാ വ്യക്തമാക്കുന്നുണ്ട്. ശേഷം ഞാൻ പറഞ്ഞ ഇമാം ഷാഫിഈയുടെ ഖൗൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ശംസുദ്ദീൻ റംലി റഹിമഹുല്ലാ അവിടുത്തെ നിഹായിലും പറയുന്നുണ്ട്, ഈ ദിനത്തിൽ ദുആഇന് വലിയ ഇജാബത്തുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖതീബു ശിർബീനി റഹിമഹുല്ലാ മുഗ്നിയിൽ 2ാം വോള്യത്തിലും പറയുന്നുണ്ട്, ഈ ദിനത്തിൽ വലിയ മഹത്വം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖല്ലൂബി റഹിമഹുല്ലാ മഹല്ലിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ആ ദിനത്തിൽ പ്രത്യേകമായി ആരാധനകളെ കൊണ്ട് ധന്യമാക്കണം, പ്രത്യേകമായും തസ്ബീഹ് നിസ്കരിക്കൽ വളരെ ഉത്തമമായ ഒരു കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖല്ലൂബി റഹിമഹുല്ലാ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പല പള്ളികളിലും ആ ദിനത്തിൽ പ്രത്യേകമായി തസ്ബീഹ് നിസ്കാരം സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെല്ലാവരും ഹദീസിൽ നിന്ന് കാര്യം മനസ്സിലാക്കുകയും സലഫു സ്വാലിഹീങ്ങൾ പതിവാക്കുകയും പിൻകാലക്കാർ ചെയ്തു പോകുന്നതുമായ കർമ്മങ്ങളാണ് ഈ ദിനത്തിൽ പ്രത്യേകമായി നമ്മൾ ഈ ദിനത്തിനെ ഹയാത്താക്കുക, ധാരാളം ആരാധനകളെ കൊണ്ട് ധന്യമാക്കി ആ ദിനത്തിനെ പ്രത്യേകമായി പരിഗണിക്കുക എന്നുള്ളത് സ്ഥിരപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോ ബറാഅത്ത് ദിനത്തിലെ ധാരാളം ശ്രേഷ്ഠതകൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. മഹാന്മാരായ പണ്ഡിതർ ധാരാളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് മഹാന്മാരായ പൂർവ്വസൂരികളായ ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചതനുസരിച്ച് തന്നെ വിവരിക്കുകയുണ്ടായി. ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണ് ബറാഅത്ത് ദിനത്തിലെ നോമ്പ്. ഈ വിഷയത്തിൽ ബറാഅത്ത് ദിനത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത്? ബറാഅത്ത് ദിനത്തിൽ പ്രത്യേകമായി നോമ്പ് നോൽക്കുക. ബറാഅത്ത് ദിനം ഷഅബാനിൽ നോമ്പിന് പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്നെന്ന് നാം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ വ്യക്തമാക്കി. അതിനു പുറമെ അയ്യാമുൽ ബീദിൽ ഉൾപ്പെടുന്നതാണ് ബറാഅത്ത് ദിനം. ആ നിലക്കും ബറാഅത്ത് ദിനത്തിൽ പ്രത്യേകം നോമ്പ് സുന്നത്താവുന്നുണ്ട്. അതിനു പുറമെ ഇത് ബറാഅത്ത് ദിനം ഷഅബാൻ 15 എന്ന അടിസ്ഥാനത്തിൽ തന്നെ പ്രത്യേകമായിട്ട് ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ഷഅബാൻ 15 ആയാൽ, അതായത് ബറാഅത്ത് ദിനമായി കഴിഞ്ഞാൽ അതിൻ്റെ രാത്രിയിൽ നിസ്കാരം കൊണ്ട് ധന്യമാക്കുകയും പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ മുഴുവനും ബറാഅത്ത് നോമ്പ് സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയത്. ഷാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനായ ഇമാം ശിഹാബുദ്ദീൻ റംലി റഹിമഹുല്ലയോട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഷഅബാൻ 15 നോമ്പിനെ കുറിച്ചും ആ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ആധികാരികതയെ കുറിച്ചും ബഹുമാനപ്പെട്ട ഇമാം റംലി റഹിമഹുല്ലയോട് ചോദിക്കപ്പെടുന്നുണ്ട്. മഹാൻ നൽകുന്ന മറുപടി അവിടുത്തെ ഫത്താവയിൽ കാണാൻ പറ്റുന്നുണ്ട്. ബി അന്നഹു യുസന്നു സൗമു നിസ്ഫി ഷഅബാന, ഷഅബാൻ 15 നോമ്പ് സുന്നത്താക്കപ്പെടും എന്ന് മാത്രമല്ല 13-നും 14-നും നോമ്പ് സുന്നത്താക്കപ്പെടും. വൽ ഹദീസുൽ മദ്കൂറു യുഹ്തജു ബിഹി,
ആ പറയപ്പെട്ട ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് ഈ വിഷയത്തിന് തെളിവിന് യോഗ്യമാണ്, യുഹ്തജു ബിഹി, അത് തെളിവിന് യോഗ്യമായ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശിഹാബുദ്ദീൻ റംലി റഹിമഹുല്ല വ്യക്തമാക്കുന്നുണ്ട്. ഇമാം ശിഹാബുദ്ദീൻ റംലിയുടെ ഫത്താവ ക്രോഡീകരിക്കുന്നത് അവിടുത്തെ മകനും ശിഷ്യനും വലിയ പണ്ഡിതനുമായ ഇമാം ശംസുദ്ദീൻ റംലിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ 2 റംലി പണ്ഡിതന്മാരും ഈ വിഷയം അംഗീകരിക്കുകയാണ്. ഈ ഒരു ഹദീസ് തെളിവിന് യോഗ്യമാണ് എന്നും ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ബറാഅത്ത് നോമ്പ് സുന്നത്താക്കപ്പെടുമെന്നും 2 പണ്ഡിതന്മാരും പറയാണ്. ഇതിനെല്ലാം പുറമെ ശാഫിഈ കർമ്മശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ അവിടുന്ന് കൃത്യമായി തന്നെ അവിടുത്തെ ഫത്ഹുൽ ഇലാഹ്, മിഷ്കാത്തുൽ മസാബിഹിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ഇലാഹ് അതിന്റെ 5-ാം വോളിയം 148-ാം പേജിൽ വസൂമു യൗമഹ, ഇബ്നു മാജയുടെ ആ ഹദീസ്, നിങ്ങൾ ശഅബാൻ 15 നോമ്പനുഷ്ഠിക്കൂ എന്ന് പറയുന്ന ആ ഭാഗം വസൂമു യൗമഹ അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് ലി ഹുസൂസിഹ, ശഅബാൻ 15 എന്ന ഹുസൂസിയത്ത് ഉണ്ടായതിന് വേണ്ടി തന്നെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ. ശേഷം പറയുന്നുണ്ട് വന്നഹു യുസന്നു സൗമുഹു മിൻ ഹൈസു കൗനുഹു മിൻ ബീദ്, അയ്യാമുൽ ബീദാണ് എന്ന അടിസ്ഥാനത്തിൽ നോമ്പ് സുന്നത്താക്കപ്പെടും. ശഅബാൻ 15 ആണ് എന്നതിന് വേണ്ടി തന്നെ ആ ദിനത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൻ ഹൈതമി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. വേറെയും ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ബഹുമാനപ്പെട്ട ഇമാം മുനാബി റഹിമഹുല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ടവർ ശഅബാൻ 15 മഹത്വം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബ് മത്ബൂആയിട്ടില്ല, അതിന് മഖ്തൂത്ത് നമുക്ക് നെറ്റിൽ ലഭ്യമാണ്. ആ കിതാബിലും പറയുന്നുണ്ട് ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ ദിനത്തിൽ നോമ്പ് സുന്നത്താക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാബി റഹിമഹുല്ലയും വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാലിക്കി മദ്ഹബിലെ വലിയ പണ്ഡിതനായ ഇമാം സർഖാനി റഹിമഹുല്ലയും ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് സുന്നത്താകുമെന്ന് അവിടുത്തെ മവാഹിബുൽ ലദുനിയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം തീബി റഹിമഹുല്ലയും മിഷ്കാത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ അൽ കാശിഫിലും ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ആ ദിനത്തിൽ നോമ്പ് സുന്നത്താണ്, ഈ ഹദീസ് അതിനക്ക് രേഖയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശഅബാൻ 15 നോമ്പിന് ശാഫിഈ പണ്ഡിതന്മാരായ ഒരുപാട് അയിമ്മത്തിന്റെ വാക്കുകളും അവരുടെ അംഗീകാരങ്ങളും നാം അറിഞ്ഞു. ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനും ഹദീസ് വിജ്ഞാന ശാഖയിൽ വലിയ പാണ്ഡിത്യവുമുള്ള സ്വഹീഹുൽ ബുഖാരിക്ക് തന്നെ വ്യാഖ്യാനം എഴുതിയ ഇമാം അജ്ലൂനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുഖാരിയുടെ വ്യാഖ്യാനം ഫൈലുൽ ജാരിയുടെ 3932 പറയുന്നത് കാണാം. വദഖല ഫി ഇസ്തിഹ്ബാബി സിയാമിഹി സൗമു യൗമി നിസ്ഫിഹി ബൽ വറദ ഫീഹി ഹദീസുൻ ബിഖുസൂസിഹി. ശഅബാൻ 15 പ്രത്യേകം നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് അത് പ്രത്യേകമായിട്ട് തന്നെ ഹദീസ് വാരിദായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിന്റെ നാം നേരത്തെ പരാമർശിച്ച ഹദീസ് ഉദ്ധരിക്കുകയാണ്. അപ്രകാരം തന്നെ ഹനഫി പണ്ഡിതനായ പ്രമുഖ മുഹദ്ദിസുമായ ഇമാം മുല്ല അലിയിനിൽ ഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ശഅബാൻ 15 കുറിച്ചും ലൈലത്തുൽ ഖദറിനെ കുറിച്ചും പറയാൻ വേണ്ടി മാത്രം ഒരു ചെറു ഗ്രന്ഥം, ഒരു റിസാല രചിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിബിയാൻ ഫി ബയാനി മാ ഫി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ വലൈലത്തുൽ ഖദ്രി മിൻ റമളാൻ എന്ന ആ ഗ്രന്ഥത്തിൽ ഫഫിൽ ഹദീസി ദലാലത്തുൻ അല ഇസ്തിഹ്ബാബി സിയാറത്തിൽ ഖുബൂരി ഫി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ വസിയാമി നഹാരിഹ. ശഅബാൻ 15 പ്രത്യേകം ഖബറുകൾ സിയാറത്ത് ചെയ്യലും ഖബർ സന്ദർശിക്കലും അതുപോലെ അതിൻ്റെ പകലിൽ പ്രത്യേകം നോമ്പ് നോൽക്കുന്നതിനും സുന്നത്താണെന്ന് അറിയിച്ചുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം മുല്ല അലിയിൽ ഖാരി തങ്ങൾ പറയുന്നത് കാണാം. ഹനഫി കർമ്മശാസ്ത്ര പണ്ഡിതനായ അബ്ദുൽ ഹയ്യുൽ ലഖ്നവി റഹിമഹുല്ല അവിടുന്ന് തൻ്റെ അൽ ലതായിഫുൽ മുസ്തഹ്സന എന്ന ഗ്രന്ഥത്തിന്റെ 111-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ശഅബാൻ 15 മഹത്വങ്ങൾ പറഞ്ഞ ശേഷം അവിടുന്ന് പറയുന്നു, ഫതലഖൂഹാ ബിൽ ഖിയാമി വസ്സിയാം, ആ ദിവസത്തിൽ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ധന്യമാക്കണമെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശേഷം അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നാം ഓർമ്മപ്പെടുത്തിയ ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അതുപോലെ ഹംബലി പണ്ഡിതനും ഇബ്നു തൈമിയയുടെ തന്നെ ശിഷ്യനുമായ ഇബ്നു റജബുൽ ഹംബലി തന്റെ ലതായിഫിൽ പറയുന്നത് കാണാം. ഫഅമ്മാ സിയാമു യൗമിൻ നിസ്ഫി മിൻഹു ഫഗൈറു മൻഹിയിൻ അൻഹു. അവിടുന്ന് ശഅബാൻ 15 നോമ്പിനെ കുറിച്ച് പറയുകയാണ്. ഫഇന്നഹു മിൻ ജുംലത്തി അയ്യാമിൽ ബീദിൽ ഗദ്രിൽ മൻദൂബി ഇലാ സിയാമിഹാ മിൻ കുല്ലി ശഹറിൻ. അയ്യാമുൽ ബീദിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ശഅബാൻ 15 നോമ്പ് സുന്നത്താണ്. വഖദ് വറദൽ അംറു ബി സിയാമിഹി മിൻ ശഅബാന ബിഖുസൂസിഹി. എന്ന് തന്നെയല്ല, ശഅബാനിൽ നിന്ന് ഈ ദിവസം പ്രത്യേകമായിട്ട് നോമ്പ് നോൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം അവിടുന്ന് സുനൻ ഇബ്നു മാജയിലെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഷഅബാൻ 15-ന് നോമ്പ് നോൽക്കൽ പുണ്യകർമ്മമാണ് എന്ന് തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെ, ഷഅബാൻ 15 പ്രത്യേകമായിട്ട് അയ്യാമുൽ ബീദിൽ ഉൾപ്പെടുന്നതിന് പുറമെ ഷഅബാൻ മാസത്തിൽ പൂർണ്ണമായിട്ട് നോമ്പ് പ്രത്യേകമായിട്ട് ശ്രേഷ്ഠതയുണ്ട്. അതിനു പുറമെ അയ്യാമുൽ ബീദിൽ ഉൾപ്പെടുന്നതിനും പുറമെ ഷഅബാൻ 15 എന്നൊരു പ്രത്യേകത കൊണ്ട് തന്നെ നോമ്പ് സുന്നത്താണെന്ന് ഈ 4 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അപ്പോൾ 4 മദ്ഹബിലെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഷഅബാൻ 15-ന്റെ അഥവാ ബറാഅത്ത് ദിനത്തിന്റെ അന്ന് നോമ്പ് നോൽക്കൽ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞത് നമ്മളോട് അവതരിപ്പിക്കുകയുണ്ടായി. അതിന് ഹദീസിന്റെ പിൻബലമുണ്ട് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇമാം ഷാലിയാത്തി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധേയമായ ഒരു വാക്ക് ഇവിടെ നാം പ്രത്യേകം ഓർക്കണം. അവിടുന്ന് തന്റെ ഫത്താവയിൽ പറയുന്നത് കാണാം, ഫഅലം അന്നൽ അസ്ലാഫ കാനു അലാ ഹുദൻ വഇൽമിൻ ഫി ഉമൂരിദ്ദീൻ. മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ, പണ്ഡിതന്മാർ, അവരൊക്കെ ദീനിന്റെ കാര്യത്തിൽ വലിയ വിജ്ഞാനമുള്ളവരും വലിയ ഹിദായത്തും വലിയ സന്മാർഗം സിദ്ധിച്ചവരുമാണ്. വകാനു അത്ഖിയാ സുലഹാ മുജദ്ദിദീന ഫി തസവ്വുദി ലിൽ ആഖിറ. അവർ അവരുടെ പാരത്രിക ലോകത്തേക്ക് ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നതിൽ വലിയ ആവേശവും വലിയ പരിശ്രമം നടത്തുന്നവരുമാണ് മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ. ഫനിഅമൽ ഖൗമുഹും വലബിഅസ മൻ ഖലഫഹും മിൻ ഖൗമിൻ മുതകാസിലീന മുതശദ്ദിഖീന തഹവ്വറു ഫീ തഅനി ഇബാദാത്തിൽ അഖ്യാർ വആദാത്തിൽ അബ്റാർ അആദന അല്ലാഹു മിൻ ഫിതനിൽ അശ്റാർ വഹമാഖത്തിൽ ഫുജ്ജാർ വബതാലത്തിൽ അദ്വാർ. അവിടുന്ന് ഇമാം ഷാലിയാത്തി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അപ്പോൾ ഈ സലഫുസ് സ്വാലിഹീങ്ങൾ എത്ര നല്ല ജനങ്ങളാണ്, എന്നാൽ അവർക്ക് ശേഷം കടന്നു വന്ന മടിയന്മാരായ അവരുടെ ചര്യകളെയും അവരുടെ ആരാധനകളെയും എല്ലാം പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്ന ആളുകൾ എത്ര മോശപ്പെട്ടവരാണെന്ന് അവരിൽ നിന്ന് കാവൽ തേടുകയും ഇമാം ഷാലിയത്ത് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് കാണാം. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരായ പണ്ഡിതർ വളരെ പ്രാധാന്യത്തോടെയും ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടുമാണ് ഷഅബാൻ 15-ന്റെ നോമ്പിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനവർ അവലംബമായി കണ്ടത് ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിന്റെ ബലാബലത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുക? ഈ ഒരു നോമ്പിനെ ബാത്തിലാക്കാൻ വേണ്ടി ബിദഅത്തിന്റെ കക്ഷികൾ പറയുന്ന ഒരു ആരോപണമാണ് ആ ഒരു ഹദീസ് പ്രമാണയോഗ്യമല്ല എന്നുള്ള കാര്യം. ബഹുമാനപ്പെട്ട നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ആ ഒരു ഹദീസിന്റെ ആധികാരികത. ബഹുമാനപ്പെട്ട ഇമാം റംലി റഹിമഹുല്ല പറയുന്നുണ്ട്, വൽ ഹദീസുൽ മദ്കൂറു യുഹ്തജു ബിഹി. ഈ പറയപ്പെട്ട ഇബ്നു മാജയുടെ ഈ ഹദീസ് അത് തെളിവ് പിടിക്കപ്പെടാൻ പറ്റുന്ന യോഗ്യമായ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹിമഹുല്ല സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം തീബി റഹിമഹുല്ല വലിയ ഹദീസ് പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം തീബി റഹിമഹുല്ല. മിഷ്കാത്തിന്റെ വ്യാഖ്യാനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, അവലംബയോഗ്യമായ റിവായത്താണ് ഇബ്നു മാജയുടെ ഈ ഹദീസ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം തീബി റഹിമഹുല്ല പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സർക്കാനി റഹിമഹുല്ലയും ഈ ഒരു ഹദീസിന്റെ ആധികാരികത ചർച്ച ചെയ്യുന്നുണ്ട്. മാലിക് ഇമാമിന്റെ മുവത്തക്ക് ശർഹെദിയ വലിയ ഹദീസ് പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം സർക്കാനി റഹിമഹുല്ല. മഹാനവറുകൾ മവാഹിബുൽ ലദുന്യയുടെ ശർഹിൽ പറയുന്നുണ്ട്, ഈ ഒരു ഹദീസിൽ ചെറിയൊരു ദുർബലത ഉണ്ടെങ്കിൽ പോലും ലൈസ ഫീഹി കദ്ദാബുൻ വലാ വല്ലാഉൻ, നുണയന്മാരായ റാവിയും ആ ഹദീസിലില്ല. വലാ വല്ലാഉൻ, ഹദീസ് കച്ചകെട്ടി ഉണ്ടാക്കിയ ഒരാളും ആ ഒരു പരമ്പരയിൽ ഇല്ല. ആ പറയപ്പെട്ട ദുർബലത വലഹു ശവാഹിദു തദുല്ലു അലാ സുബൂത്തി അസ്ലിഹി, ആ പറയപ്പെട്ട ദുർബലത പരിഹരിക്കാവുന്ന രൂപത്തിൽ അനുബന്ധമായ മറ്റ് റിവായത്തുകൾ ഉണ്ട് എന്നും ബഹുമാനപ്പെട്ട ഇമാം സർക്കാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. വലഹു ശവാഹിദു തദുല്ലു അലാ സുബൂത്തി അസ്ലിഹി, ഇബ്നു മാജയുടെ ആ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് അറിയിക്കുന്ന വേറെയും റിവായത്തുകൾ ഉണ്ട്. ആ റിവായത്തുകൾ ഈ ഹദീസിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സർക്കാനി റഹിമഹുല്ലാഹ് വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇമാം അജ്ലുനി റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹ് ബുഖാരിയുടെ ശർഹായ അൽ ഫൈലുൽ ജാരി പറയുന്നുണ്ട്, ഈ ഹദീസും അതേപോലെയുള്ള ഹദീസുകളും വൈൻകാന ദഈഫൻ യുഅമലു ബിഹി ഫിൽ ഫളായിൽ അമാലി, ഞാൻ ഹദീസ് ദഈഫാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ അത് ഫളായിൽ അമാലിന്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യപ്പെടാൻ പര്യാപ്തമായ ഒരു ഹദീസാണ് അത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അജ്ലുനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥിക്കാർ പറയാറുള്ളത് ഈ ഹദീസ് വാറോലയാണ്, കള്ളക്കഥയാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഇമാമിങ്ങൾ മുഴുവനും ആ ഹദീസ് തെളിവിന് യോഗ്യമാണ് എന്ന് പറഞ്ഞവരാണ്. അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വൽ ഹദീസുൽ മദ്കൂറു അൻ ഇബ്നു മാജ ദഈഫുൻ, അത് ദഈഫേ ആവുന്നുള്ളൂ. ദഈഫാണെങ്കിൽ തന്നെ ഫളായിൽ അമാലിന് വേണ്ടി ഫളായിൽ അമാലിനെ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമൽ ചെയ്യപ്പെടാൻ പറ്റുന്നതുമാണ് എന്നും അയിമ്മത്ത് വിശദീകരിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഹദീസ് നമുക്ക് പ്രാമാണികമായ ഒരു ഹദീസായിട്ടാണ് പണ്ഡിതന്മാർ വിവരിച്ചു തരുന്നത്. മാത്രവുമല്ല, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ദുർബലതയുണ്ടെന്ന് പറയുന്നവർ തന്നെ അത് അമൽ ചെയ്യാൻ പറ്റുന്ന ഹദീസായിട്ട് തന്നെയാണ് ഈ ഇബ്നു മാജയുടെ ഹദീസിനെ അവതരിപ്പിക്കുന്നതെന്ന് ചുരുക്കം. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഏതായിരുന്നാലും ഷഅബാൻ 15 നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. പല നിലക്കും ഷഅബാൻ 15 നോമ്പനുഷ്ഠിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷഅബാൻ 15 എന്ന നിലക്ക് അഥവാ ബറാഅത്ത് ദിനം എന്ന നിലക്ക് തന്നെ നോമ്പനുഷ്ഠിക്കാവുന്ന തരത്തിലാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇനി ഈ ഹദീസ് ലൊയീഫാണെന്ന് പറഞ്ഞവർ പോലും ഫളായിലുൽ അഅമാലിന്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യപ്പെടണം എന്ന് പറഞ്ഞവരാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ അദ്കാറിലും ശറഹുൽ മുഹദ്ദബിലൊക്കെ പറയുന്നുണ്ട്, യജൂസു വയുസ്തഹബ്ബുൽ അമലു ഫിൽ ഫളായിലി വത്തർഗീബി വത്തർഹീബി ബിൽ ഹദീസി ദഈഫി മാ ലം യകുൻ മൗദൂഅൻ. മൗദൂ ആകാത്ത കാലത്തോളം ദഈഫായ ഹദീസുകളെ കൊണ്ട് തർഹീബിലും ഫളായിലുൽ അഅമാലിലും അമൽ ചെയ്യപ്പെടൽ സുന്നത്താക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹജറിൻ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ മിനഹുൽ മക്കിയിൽ പറയുന്നത് അന്ന ദഈഫ ഫിൽ ഫളായിലി വൽ മനാകിബി ഹുജ്ജത്തുൻ ഇത്തിഫാഖാ. ഫളായിലുൽ അഅമാലിന്റെ വിഷയത്തിൽ ദഈഫായ ഹദീസ് ഇത്തിഫാക്കായ രൂപത്തിൽ ഹുജ്ജത്താണ്, തെളിവിന് യോഗ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ദഈഫാണെന്ന് പറഞ്ഞവർ തന്നെ അത് അമൽ ചെയ്യപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞവരാണ്. ദഈഫായ ഹദീസ് ആണെങ്കിലോ ഫളായിലുൽ അഅമാലിന്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് അമൽ ചെയ്യപ്പെടൽ സുന്നത്താണെന്ന് വെച്ചാൽ ഇത്തിഫാക്കുമുണ്ട്. ഷഅബാൻ 15 നോമ്പിനെ എതിർക്കുന്ന ആളുകളുടെ നേതാവായിട്ട് അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ ഇതിനെ എതിർത്തത് കാണാം. എന്നാൽ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു നാം നേരത്തെ ഉദ്ധരിച്ച ഇബ്നു മാജയുടെ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇബ്നു തൈമിയ ഷഅബാൻ 15 ദിവസത്തിലെ പ്രാധാന്യവും ശ്രേഷ്ഠതയും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ നോമ്പിനെ തള്ളിക്കളയുന്നുണ്ടെന്ന് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറയുന്നു, ഇബ്നു തൈമിയയെ ഈ ഹദീസ് എതിർക്കുന്നുണ്ട്. ഇബ്നു തൈമിയയുടെ വാദത്തിന് ഈ ഹദീസ് ഗണ്ണനമാണെന്ന് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആ കിതാബ് തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യേകം ഷഅബാൻ 15 കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ഇബ്നു തൈമിയയെ ഈ കിതാബിൽ എതിർത്ത ശേഷം, ഗണ്ണിച്ച ശേഷം ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഇത് ഫളായിലുൽ അഅമാലിൽ ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്നും, എന്താണ് ഫളായിലുൽ അഅമാലിൽ അമൽ ചെയ്യുക, ദഈഫായ ഹദീസ് കൊണ്ട് ഫളായിലുൽ അഅമാലിൽ പ്രാവർത്തികമാക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശമെന്നും അവിടുന്ന് വിശദീകരിക്കുന്നത് കാണാം. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു അവിടുന്ന് കമാൽ ഇബ്നു അബി ശരീഫ് റഹിമഹുല്ലയെ ഉദ്ധരിച്ച് പറയുന്നത് കാണാം, ഫഇദാ സബത ലിഅമലിൻ ഫളുൻ ശർഅൻ അലൽ ഇത്ലാഖി കസ്സലാത്തി വദ്ദുആഇ വദ്ദിക്ർ. പരിശുദ്ധമായ ഇസ്ലാമിൽ പുണ്യം സ്ഥിരപ്പെട്ട ഒരു കർമ്മം, നിസ്കാരം പോലെ മറ്റു ദിക്റുകൾ ദുആകളെ പോലെ പുണ്യം സ്ഥിരപ്പെട്ട ഒരു കർമ്മം, ആ ഒരു വിഷയത്തിൽ പ്രത്യേകമായ ഒരു ഹദീസ് ദഈഫായ ഹദീസ് വന്നാൽ وورد حديث يتضمن فضل دعاء خاص أو ذكر خاص أو صلاة خاص وذلك الحديث ضعيف. എന്നിട്ട് പ്രസ്തുത കർമ്മത്തിൽ ദഈഫായ ഒരു ഹദീസ് വരികയും ആ കർമ്മം പ്രത്യേകമായ ഒരു രൂപത്തിൽ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉസ്തുഹിബ്ബൽ അമലു ബിമുഖ്തദാ ദാലിക്കൽ ഹദീസ്, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മം സുന്നത്താക്കപ്പെടുമെന്ന് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ഇമാം മുനാവി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്, ഒരു ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കർമ്മം, നോമ്പ് പോലെ നിസ്കാരം പോലെ, ആ ഒരു കർമ്മം പ്രത്യേകമായ സമയത്തിലോ പ്രത്യേകമായ ദിനത്തിലോ ചെയ്യണമെന്ന് ഒരു ദഈഫായ ഹദീസിൽ വാരിതായി കഴിഞ്ഞാൽ ആ ദഈഫായ ഹദീസിനെ പരിഗണിച്ചുകൊണ്ട് ആ ദിനത്തിൽ പ്രത്യേകമായി ആ കർമ്മം ചെയ്യൽ സുന്നത്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്. വളരെ വ്യക്തമാണ് ഈ വിഷയങ്ങൾ. ഇവിടെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഫളായിലുൽ അഅമാൽ എന്ന് പറയുമ്പോൾ അമലിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾക്ക് ഫളായിലുൽ അഅമാൽ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു പ്രത്യേകമായ സമയത്തിലേക്കോ പ്രത്യേകമായ ദിനത്തിലേക്കോ ഖാസാക്കിക്കൊണ്ട് പ്രത്യേകമായ ഒരു ഫദ്ല് പറഞ്ഞ് ഒരു ദഈഫായ ഹദീസ് വന്നാലും അത് പ്രകാരം അമൽ ചെയ്യപ്പെടാൻ പറ്റും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ശരീഫ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചതും. നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ സാധാരണ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലയുടെ ഫതാവയിൽ കുബ്രയിൽ നിന്നുള്ള ഒരു ഭാഗം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലുമാക്കാറുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ള നിലപാട്? ഷഅബാൻ 15 നോമ്പിനെ എതിർക്കാൻ വേണ്ടി പുത്തൻവാദികൾ കൊണ്ടുവരാറുള്ള ഒരു ഇബാറത്ത്
ഇമാം ഇബ്നു അജുൽ ഹൈതമിയുടെ ഫത്താവൽ കുബ്രയിലെ ഒരു ഇബാറത്താണ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അജുൽ ഹൈതമി റഹിമഹുല്ല ശഅബാൻ 15 അന്ന് പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിച്ച പണ്ഡിതനാണ്. ഇബ്നു മാജയുടെ ഹദീസ് വസൂമു യൗമഹ എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ഇലാഹിൽ പറയുന്നുണ്ട് ഖുസൂസിഹ, ശഅബാൻ 15 ആ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് തന്നെ ആ ദിനത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അജുൽ ഹൈതമി റഹിമഹുല്ലാഹ്. ഇതിനെതിരെ ഒരിക്കലും മഹാനവറുകൾ പറയില്ല, ഷുവറാണ്. പിന്നെ എന്താണ് ഫത്താവൽ കുബ്രയിൽ പറഞ്ഞത്? ആ ചോദ്യം വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കപ്പെടും. ബഹുമാനപ്പെട്ടവരോട് ഉന്നയിക്കപ്പെട്ട ചോദ്യം സുഇല നഫഅല്ലാഹു ബിഹി അൻ സൗമി മുൻതസിഫി ശഅബാന ഹൽ യുസ്തഹബ്ബു അലാ മാ റവാഹു ഇബ്നു മാജ. ഇബ്നു മാജ ഉദ്ധരിച്ച ആ ഹദീസ് പ്രകാരം ശഅബാൻ 15 നോമ്പ് സുന്നത്താക്കപ്പെടുമോ എന്നാണ് ചോദ്യം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശഅബാൻ 15 അന്ന് നോമ്പ് സുന്നത്താക്കപ്പെടുമോ ചോദ്യം. ഇവിടെ എന്താണ് ഫളാഉൽ അഅമാൽ എന്ന് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. എന്താണ് ഫളാഉൽ അഅമാൽ എന്ന് മനസ്സിലാക്കിയാൽ ഇബ്നു അജുൽ ഹൈതമിയുടെ ഫത്താവൽ കുബ്രയും ഫത്ഹുൽ ഇലാഹും പരസ്പരം വൈരുദ്ധ്യമില്ല എന്ന് മനസ്സിലാക്കാം. ഫളാഇൽ അഅമാലിന്റെ അടിസ്ഥാനത്തിൽ ഒരു നോമ്പ് സുന്നത്താകുന്നത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ല സുന്നിയത്ത് സുബൂത്താക്കപ്പെടുന്നത്. നേരെ തങ്ങൾ വിശദീകരിച്ചാണ്. മറിച്ച് ഫളാഇൽ അഅമാലാണ് എന്ന ഗണത്തിൽ പെടുത്തി ആ ഹദീസ് വാരിദായല്ലോ, അത് സ്വഹീഹാകാൻ ചാൻസ് ഉണ്ടല്ലോ എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ദഈഫായ ഹദീസിനെ ഫളാഇൽ അഅമാൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അമല് സുന്നത്താക്കപ്പെടുന്നത്. ആ വിഷയം അറിയാത്തതുകൊണ്ടാണ് പുത്തൻവാദികളായ ആളുകൾ ഫത്താവൽ കുബ്രയുടെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം ഖണ്ഡിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇബ്നു അജുൽ ഹൈതമി റഹിമഹുല്ലയും ഈ നോമ്പ് സുന്നത്താണെന്ന് പഠിപ്പിച്ച പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അജുൽ ഹൈതമി റഹിമഹുല്ല ശഅബാൻ 15 ശ്രേഷ്ഠത പറയാൻ വേണ്ടി മാത്രം അൽ ഈലാഹു വൽ ബയാൻ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലും ആ ദിനത്തിന്റെ ഫളായിൽ പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇബ്നു അജുൽ ഹൈതമി റഹിമഹുല്ല ഒരിക്കലും നോമ്പ് നോൽക്കുന്നതിന് എതിരല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇമാം ഇബ്നു അജുൽ ഹൈതമി റഹിമഹുല്ല അവിടുത്തെ മിഷ്കാത്തിന്റെ ഷറഹാകുന്ന ഫത്ഹുൽ ഇലാഹിലും അതുപോലെ തന്നെ അൽ ഇലാഹു വൽ ബയാൻ എന്ന് പറയുന്ന ശഅബാൻ 15 ദിവസത്തെ പ്രത്യേകം ഗ്രന്ഥരചന നടത്തിയ ആ ഗ്രന്ഥത്തിലും ഈ നോമ്പിനെ പ്രത്യേകമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഫത്താവൽ കുബ്രയിലെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാവുന്ന കാര്യമാണ്. അപ്പോ ഈ ശഅബാൻ 15 ബറാഅത്ത് ദിനത്തിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ കാര്യങ്ങൾ നമ്മളോട് അവതരിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ സാന്ദർഭികമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഈ ബറാഅത്ത് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണിയത്തുസ്താദിന്റെ പേരിൽ ഒരു ഫത്വ നമ്മുടെ നാട്ടിലെ പുത്തൻവാദക്കാർ ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു വാസ്തവം, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? സമസ്തയുടെ സമുന്നതനായ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ആ ഒരു കാലഘട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദിനോട് കൂടെ കൂടുതൽ ഇടപഴകിയ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. എം എ ഉസ്താദ് അവിടുത്തെ സംയുക്ത കൃതിയിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ബിദ്അത്തുകാരായ ചില ആളുകൾ ചില ഉദ്ധരണികൾ കൊണ്ടുപോയി കൊടുത്ത് ആ ദിനത്തിൽ നോമ്പ് സുന്നത്തില്ല എന്ന് എഴുതി കൊടുക്കുകയും ആ എഴുതി കൊടുത്ത സ്ഥലത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവിടുത്തെ പ്രായം അധികരിച്ച സമയത്ത് ഓർമ്മ കുറഞ്ഞ ഒരു കാലത്ത് അവിടുന്ന് ഒപ്പുവെച്ചതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇമാം റംലിയുടെ ഇബാറത്ത് കണ്ണിയത്ത് ഉസ്താദിന് കൊണ്ടുപോയി കൊടുക്കുകയും കണ്ണിയത്ത് ഉസ്താദ് നോമ്പ് സുന്നത്താണ് എന്ന് അംഗീകരിച്ച് അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട MA ഉസ്താദ് സംയുക്ത കൃതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹദീസുകളും അയിമ്മത്തിന്റെ അഖ്വാലുകളും എല്ലാം വിദ്യാർത്ഥികൾക്കെതിരായപ്പോൾ അവസാനം അവർ ഒപ്പിച്ചു കൂട്ടിയ ഒരു പരിപാടിയാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ഈ ഫത്വ. നമ്മുടെ നാട്ടിലെ പുത്തൻവാദികളുടെ ഒരു പതിവ് കുതന്ത്രം കണ്ണിയത്ത് ഉസ്താദിന്റെ വിഷയത്തിൽ അവർ പ്രയോഗിച്ചു. പക്ഷേ AP ഉസ്താദിലൂടെ അള്ളാഹു തആല അത് പരാജയപ്പെടുത്തി എന്നതാണ് വാസ്തവം. ഇക്കാര്യം നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് അവിടുത്തെ സംയുക്ത കൃതികളിൽ ഇത് വിവരിച്ചിരിക്കുന്നത്. MA ഉസ്താദ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ ദീർഘകാലം സമസ്തയിൽ പ്രവർത്തിച്ച, കേരളക്കരയിൽ ദീനി ചലനങ്ങൾ സജീവമാക്കുന്നതിൽ വർത്തിച്ച ഒരു വലിയ പണ്ഡിതനാണ്. വലിയ ധിഷണയായിരുന്നു, ബുദ്ധിശാലിയായിരുന്നു, ചിന്തകനായിരുന്നു. ആ MA ഉസ്താദാണ് ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി സാധാരണയായി സുന്നികൾ പരിശുദ്ധമായ ശഅബാൻ 15 ബറാഅത്തിന്റെ ദിവസത്തിൽ ചെയ്തു പോരുന്ന കർമ്മമാണ് 3 യാസീൻ പാരായണം ചെയ്യുകയും അതിനെ തുടർന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിന് പല ആളുകളും ചോദ്യം ചെയ്യാറുണ്ട്. ശഅബാൻ 15-ന് ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാരും
അതുപോലെ പ്രത്യേക മഗ്ഫിറത്ത് ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഹദീസിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എന്നാൽ പ്രത്യേകം 3 യാസീൻ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? അത് മഹാന്മാരായ ആരിഫീങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് അവരെ പിന്തുടർന്നു ചെയ്യുന്നു എന്ന് മാത്രം, അല്ലാതെ ദീനിൽ പ്രത്യേകമായ ഒരു വിധി അവിടെ സ്ഥാപിക്കുകയോ പടച്ചുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെ പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഒരു സമയം ചെയ്യുന്നത് കൊണ്ട് ഒരാൾ മുബ്തദിയാകുമെങ്കിൽ ആദ്യമായിട്ട് അവർ മുബ്തദിയാക്കേണ്ടത് അവരുടെ നേതാവ് ഇബ്നു തൈമിയയാണ്. കാരണം ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഉമറുൽ ബസാർ തന്നെ പറയുന്നത് കാണാം, ഞാൻ ദിമഷ്കിലായിരുന്ന കാലത്ത് രാത്രിയും പകലും ഭൂരിഭാഗവും ഇബ്നു തൈമിയയുടെ കൂടെയായിരുന്നുവെന്നും ഇബ്നു തൈമിയ സുബഹ് മുതൽ സൂര്യോദയം വരെ സൂറത്തുൽ ഫാത്തിഹ ആവർത്തിച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നുവെന്നും ഉമറുൽ ബസാർ പറയുന്നത് കാണാം. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ ഹദീസുകളിലോ ഖുർആനിലോ എവിടെയും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ പ്രത്യേകമായിട്ട് അതിന് വിരോധനകൾ വരാത്തത് കൊണ്ടും അത് ശർഇൽ ഒരു ഹുക്കുമായിട്ട് ശർഇൽ ഒരു വിധിയായിട്ട് സ്ഥാപിക്കാത്തത് കൊണ്ടും അതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്രകാരം തന്നെയാണ് ബറാഅത്ത് ദിനത്തിലെ ഈ 3 യാസീനും നാം കാണേണ്ടതുള്ളൂ. അപ്പം പ്രിയപ്പെട്ടവരെ, ഏറെ പ്രാധാന്യമുള്ള ദിനമാണ് ബറാഅത്ത് ദിനം എന്ന് വ്യക്തമായല്ലോ. ആ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായി ആരാധന കൊണ്ട് ധന്യമാക്കണം. ബഹുമാനപ്പെട്ട ഇമാം തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ഷാഫിഈ മദ്ഹബിൽ ശൈഖാനി എന്ന് പറഞ്ഞാൽ അത് ഇമാം നവവിയും ഇമാം റാഫിഈയുമാണ്. ശുയൂഖ്, മശായിഖ് എന്നിങ്ങനെ ബഹുവചനമായി പറഞ്ഞാൽ മൂന്നാമതായി കടന്നു വരുന്ന പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ലയാണ്. മഹാനവറുകൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, അന്ന ഇഹ്യാ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന യുകഫിറു ദുനൂബ സനാ. ശഅബാൻ 15 രാവിൽ ഹയാത്താക്കൽ, ആരാധനകളെ കൊണ്ട് ധന്യമാക്കൽ 1 വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം തഖീദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തഫ്സീറിൽ പറഞ്ഞത് അല്ലാമ മുർത്തദ ബീദി റഹിമഹുല്ലാ ഇത്ഹാഫു സാഅത്തിൽ മുത്തഖീൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിനം നമ്മിലേക്ക് കടന്നു വരുന്നു. നാം എല്ലാവരും ആ ദിനത്തിൽ പ്രത്യേകമായി ആരാധനകളെ കൊണ്ട് ധന്യമാക്കണം, പ്രത്യേകമായി യാസീനോദണം, പ്രത്യേകമായി ദുആ ചെയ്യണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ബറാഅത്ത് ദിനവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പുണ്യ ദിനങ്ങൾ വരുമ്പോൾ ആ പുണ്യദിനങ്ങളെ സജീവമാക്കിക്കൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണിത്. സത്യം മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.